നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ ഫയേഴ്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ അവർ പലപ്പോഴും എഴുതി കാണിക്കാറുള്ള ഒരു കോട്ട്, പല ആൾക്കാരുടെ കോട്ടുകൾ അവർ എഴുതി കാണിക്കാറുണ്ട്. അതിലൊന്ന് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കമൻറ്റിൽ വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, അതിനും കൂടെ ഒന്ന് ക്ലാരിറ്റി തന്നു പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ട്രേഡിംഗ് ഒരു കരിയറായിട്ട് എടുക്കണോ, ഇല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് വിവാദമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യൂട്യൂബറുടെ ആളുടെ ട്രേഡിംഗ് വീഡിയോ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് ഭയങ്കര ലാഭം കിട്ടുന്നു, നിങ്ങളത് ഉപയോഗിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നിരുന്നാൽ പോലും അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ ചെയ്ത വീഡിയോയും അതിനെതിരെ മറ്റുള്ള ട്രേഡേഴ്സ് നടത്തിയിട്ടുള്ള പരാമർശങ്ങളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും ഒപ്പം തന്നെ ഈ ഒരു പയ്യൻ അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ ഈ കാര്യം ഒന്ന് പറഞ്ഞു പോകുവാണ്. ഇദ്ദേഹം പറഞ്ഞേക്കുന്നത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളൊരു ട്രേഡറാണ്. ആൾ പറഞ്ഞേക്കുന്നത് ദ കീ ടു ട്രേഡിംഗ് സക്സസ് ഈസ് എമോഷണൽ ഡിസിപ്ലിൻ. ഇഫ് ഇൻ്റലിജൻസ് വെയർ ദ കീ there would be a lot of more people making money trading. പറഞ്ഞേക്കുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ ട്രേഡിംഗ് വിജയത്തിലേക്കുള്ള കീ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ മാനസികാവസ്ഥ തന്നെയാണ്. അപ്പം നമുക്ക് എമോഷണൽ ഡിസിപ്ലിൻ, മാനസികമായ ഡിസിപ്ലിൻ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി ആയിരുന്നുവെങ്കിൽ ഇതല്ല റിസൾട്ട് നമുക്ക് കിട്ടേണ്ടത്. ഇതിനേക്കാൾ ഒത്തിരി ആൾക്കാർ ട്രേഡിങ്ങിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ടാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചേക്കുന്നത്. അതെ, അത് നമുക്ക് നമ്മളുടെ ട്രേഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ലൈവായി തന്നെ ഓൾറെഡി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. അതിനെപ്പറ്റി നമ്മുടെ ജേണൽ പ്രതിപാദിക്കുമ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ പറഞ്ഞു പോകുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ഫോളോ ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നും ഉണ്ട് എന്ന് നമുക്കിതുവരെ തോന്നിയിട്ടില്ല. അതർവൈസ് ഇൻഡിക്കേറ്ററുകൾ ഫോളോ ചെയ്യാതെ, പെയ്ഡ് ആയിക്കോട്ടെ ഫ്രീ ആയിക്കോട്ടെ, യാതൊരുവിധ ഇൻഡിക്കേറ്ററും ഫോളോ ചെയ്യാതെ പ്രൈസ് ആക്ഷൻ മാത്രം എന്താണെന്ന് പഠിക്കുകയും പിന്നെ നമ്മുടെ ഇമോഷണൽ ഡിസിപ്ലിനും ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് വിജയിക്കാൻ പറ്റും. മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു ഇൻഡിക്കേറ്ററും ലാഗിങ്, ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറിയിൽ ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സ്ക്രീനിൽ പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരുന്ന പല ഇൻഡിക്കേറ്ററുകളുണ്ട്. MACD, മൂവിങ് ആവറേജ്, ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം വരുന്നത് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സാണ്. അതായത് സംഭവിച്ച കാര്യം സംഭവിച്ച് കഴിയുമ്പോൾ ഇത് സംഭവിച്ചു എന്ന് പറയാനേ അവയ്ക്ക് പറ്റത്തുള്ളൂ. മറിച്ച് ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്ററും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി നമ്മൾ പറഞ്ഞു പ്രൈസ് ആക്ഷൻ, അതിന് ഒരു ലീഡിങ് ഇൻഡിക്കേഷൻ എന്ന് പറയാം. പക്ഷേ ഇത് പ്രൈസ് ആക്ഷനിലെ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്നും അതൊരു ഇൻഡിക്കേറ്റർ, ഒരു സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നതല്ല, ഇത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ്. ഹിസ്റ്റോറിക്കലി പ്രൈസ് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ബൈയും സെല്ലും മേജർ പോയിൻറ്റ്സിനെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അടയാളപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഈ കാണാൻ പറ്റുന്ന Nifty 50 ഇൻഡെക്സിൻ്റെ മൂവാണ്. നമുക്കറിയാം ഇന്നിപ്പോൾ ലോ ടു ഹൈ, ഇവിടെ ലോയിൽ നിന്ന് ഇതിൻ്റെ ഹൈയിൽ വരെ മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തേക്കുന്നത് 1.4% ആണ്. ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മൂവാണ്. ഇനി അത്രയും വലിയ മൂവ് നടന്നപ്പോഴും നമ്മൾ കണ്ടെത്തിയേക്കുന്ന പ്രൈസ് ആക്ഷൻ പോയിന്റുകളിലൊക്കെ ഇത് കൃത്യമായി ടച്ച് കൊടുത്തേക്കുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടുന്ന് നല്ലൊരു മൂവ് താഴത്തേക്ക് വന്നു. അതിനുശേഷം ഈ താഴത്തെ പ്രൈസ് ആക്ഷൻ ലൈനിൽ അത് സപ്പോർട്ട് എടുത്തു, വലിയ രീതിയിലൊരു പുൾ ബാക്ക് വന്നു. നെക്സ്റ്റ് അറ്റംപ്റ്റിൽ അത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ആ ബ്രേക്ക് ചെയ്ത പോയിന്റിനെ റീടെസ്റ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും പോകാനായിട്ടുള്ള സാധ്യത. ഒരു 90% ഓഫ് ടൈം അങ്ങനെ കാണിക്കാറുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് തന്നു. അപ്പോൾ ഈ ഒരു റീടെസ്റ്റ് പോയിന്റിലാണ് ട്രേഡ് വിത്ത് ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എൻട്രി എടുക്കാനായിട്ട് ബെസ്റ്റ് പൊസിഷൻ. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിൽ അത് ടച്ച് ചെയ്യും. ഒന്നെങ്കിൽ അവിടുന്ന് റിവേഴ്സ് ആകും, അല്ലെങ്കിൽ അവിടുന്ന് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴത്തേക്ക് പോകാം. ഇവിടെ നമുക്കറിയാം, ഇവിടെ സപ്പോർട്ട് എടുത്ത് റിവേഴ്സ് ചെയ്യുന്നു എന്ന് തോന്നൽ അത് തന്നു. അതിനുശേഷം വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് തന്നെ പോയി. പിന്നെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോയിട്ട് ഇത് താഴത്തെ സപ്പോർട്ട് ലൈനിൽ പോയി ഹിറ്റ് ചെയ്തിട്ടില്ല, മറിച്ച് ഇടയ്ക്ക് വെച്ച് റിവേഴ്സ് ആയേക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ രണ്ട് പോയിന്റുകളുടെ പോയിന്റുകളിൽ മധ്യഭാഗത്ത് വെച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത 90% ഉണ്ട്. അതായത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇവിടെ പോയാണ് ഹിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് അല്ലെ സപ്പോർട്ടിൽ പോയി ഹിറ്റ് ചെയ്യണം. അവിടെ വരെ പോകുന്നില്ല എങ്കിൽ മാർക്കറ്റ് എപ്പോഴും യു ടേൺ എടുക്കുന്നത് ഒരു 90% സമയവും ഇതുപോലെയുള്ള കൃത്യം മധ്യഭാഗം ടച്ച് ചെയ്തിട്ടായിരിക്കും.
അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൊടിക്കൈ എന്ന് പറയുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റൊക്കെ പ്ലാൻ ചെയ്യാൻ അത് ഗുണപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇന്നത്തെ നമ്മളുടെ ജേണലൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് 228 രൂപ ലോസാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ വർഷം ട്രേഡ് നമ്മൾ ജേണലിൽ ചെയ്ത് തുടങ്ങിയിട്ട് 20 ദിവസമായി. ഇന്നിപ്പോൾ ലോസ് 229 രൂപയുടെ ലോസ് നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസത്തെ നമ്മളുടെ പ്രോഫിറ്റും ലോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 പ്രോഫിറ്റ്, ഇന്നത്തേതും കൂടെ 6 ലോസ്. എന്നിരുന്നാൽ പോലും 50% വിൻ റേഷ്യോയിൽ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന റിസൾട്ട് ഇതാണ്. 19% പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾ പറയാറുണ്ട് 8.5% ഒരു മാസത്തെ നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിക്ക് മേളിലേക്ക് നമുക്ക് എന്തായാലും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈ മാസം നമ്മുടെ ആ ടാർഗറ്റിന് മുകളിൽ നിൽക്കും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത്. ഇനി ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും 1, 2, 3 ട്രേഡൊക്കെ എടുത്ത ദിവസങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ജേണൽ 200 ദിവസം റെക്കോർഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് കാര്യം ഇതാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കുന്നതാണ് പ്രോഫിറ്റബിൾ എന്ന് നമ്മൾ മനസ്സിലായി. നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്? നമ്മൾ ആ ജേണൽ ചെയ്തത് കൊണ്ട് മനസ്സിലായതാണ്. ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ട്രേഡിങ്ങിൽ പുതിയ ആളായിരിക്കാം, അതല്ല എങ്കിൽ വർഷങ്ങളായി ട്രേഡ് ചെയ്യുന്ന ആളായിരിക്കാം, ആരാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ട്രേഡിങ്ങിൽ നിലവിൽ വിജയിച്ച അവസ്ഥയിലല്ല എങ്കിൽ ഉറപ്പായും ഇന്ന് തന്നെ നിങ്ങൾ ജേണൽ എഴുതുന്നത് ആരംഭിച്ചോളുക. കാരണം എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്, എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് എല്ലാം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ അത് നമ്മൾ ഓരോ പീരീഡിലും റിവ്യൂ ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എന്താണ് നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ വിജയിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഇതുപോലൊരു ജേണൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വർഷത്തേക്ക് വരുമ്പോൾ, കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ദിവസം പല ട്രേഡുകൾ എടുത്തു എന്ന് പറഞ്ഞു. എന്നാൽ ഈ വർഷം വരുമ്പോൾ ഈ 20 ദിവസം കൊണ്ട് നമ്മൾ 20 ട്രേഡുകൾ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നെറ്റ് പ്രോഫിറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതി, അതായത് ജേണൽ എഴുതാത്ത ആൾക്കാർ എത്രയും വേഗം ജേണൽ എഴുതി തുടങ്ങേണ്ടത് അത്യാവശ്യമായൊരു ഘടകമാണ്. പ്ലസ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്, ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക, കൂടുതൽ ട്രേഡ് എടുക്കാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രൈസ് ആക്ഷൻ എങ്ങനെ മാർക്കറ്റിൽ ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തത് നമുക്കറിയാം ONGCയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എൻട്രി എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു റിവേഴ്സൽ ട്രേഡറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് എങ്ങോട്ടേക്കാണോ പോകുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും പോകാറില്ല. നെക്സ്റ്റ് ഇതിവിടുന്ന് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് റിവേഴ്സൽ എൻട്രിയാണ് നമ്മൾ എടുക്കാറുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് ലെവൽ താഴത്തേക്ക് തന്നെയുള്ള ഈ ഒരു പർട്ടിക്കുലർ ലൈനിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് ടാർഗറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ റിവേഴ്സൽ ട്രേഡിംഗ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്കിവിടെ കാണാം, ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുത്തു. പക്ഷേ മാർക്കറ്റ് പിന്നെയും മുകളിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തത്. സോ ദാറ്റ് നമുക്കിന്ന് ലോസ് ആണ് സംഭവിച്ചത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട് വലിയൊരു മൂവാണ് വൺ സൈഡഡ് ആയിട്ട് മാർക്കറ്റ് പോയിട്ടുള്ളത്. മാർക്കറ്റിൻ്റെ ടോട്ടൽ മൂവ് എന്ന് പറയുന്നത് ലോ ടു ഹൈ 2.4% മൂവ് മാർക്കറ്റ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഇതൊരു ട്രെൻഡിങ് മൂവാണ് തുടക്കത്തിൽ നടത്തിയേക്കുന്നത്. ഏകദേശം ഒരു 11 മണി വരെ ആ ഒരു ട്രെൻഡ് നീണ്ടു നിന്നു. അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ സെക്കൻഡ് റെസിസ്റ്റൻ്റ് നമ്മൾ കണ്ടെത്തിയ പ്രൈസ് ആക്ഷൻ ലൈനിൽ ഇടിച്ച് അവിടുന്ന് റിവേഴ്സ് ആവുകയാണ്. അപ്പോൾ എനിവേ ഇവിടുന്നായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തിരുന്നതെങ്കിൽ ഇവിടെ പോയി ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് 0.5% ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അതിലേക്ക് മാർക്കറ്റ് പിന്നീട് പോയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്തിരുന്നെങ്കിൽ മാക്സിമം ലോ വരെ ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് 1:3 അടുത്ത് നമുക്ക് കിട്ടാനുള്ളൊരു മൂവാണ് മാർക്കറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിൽ സപ്പോർട്ട് വരെയാണെങ്കിൽ 1:2 നമ്മൾ എൻട്രി എടുത്തെടുത്തുനിന്ന് നമുക്ക് എന്തായാലും ഒരു 1:2 ഗ്യാരണ്ടി ഇന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം റിവേഴ്സൽ ട്രേഡിംഗ് അനുസരിച്ച് മാർക്കറ്റിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടെത്തിയ ഈ ഒരു പോയിന്റിലല്ല ആ റിവേഴ്സൽ നടന്നിരിക്കുന്നത്, തൊട്ട് മുകളിലത്തെ പോയിന്റിലാണ്.
സോ ദാറ്റ് നമ്മൾ പറയാറുണ്ട്, ഒരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് നമ്മൾ കണ്ടെത്തിയാൽ ഒന്നുകിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനി നമ്മൾ ഇത് രണ്ടിലൊന്ന് അവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ പിന്നീട് 2 റിസൾട്ടേ നമുക്ക് കിട്ടാനുള്ളൂ. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടാം, അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടാം. ഇത് രണ്ടും നമ്മളുടെ കഴിവുകേടോ അല്ല. അതായത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അത് കഴിവുകേടുമല്ല, ടാർഗറ്റ് അടിച്ചാൽ അത് നമ്മളുടെ കഴിവുമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൂവ് എപ്പോൾ റിവേഴ്സ് ആകുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞത്, ഒരു ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. മാർക്കറ്റ് ഇവിടെ 100-ലധികം വർഷങ്ങളായിട്ട് ഉള്ളതാണ്. ലോകം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അന്ന് തൊട്ടിങ്ങോട്ട് ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, ഈ മൂവ് നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ അവസാനിക്കും, എവിടുന്ന് അത് റിവേഴ്സ് ആകും എന്നൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമായിരുന്നെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് വിജയിക്കാൻ പറ്റേണ്ടതാണ്. അത് പറ്റാത്തതിൻ്റെ കാരണം ഇതുതന്നെയാണ്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഗാംബ്ലിംഗ് അല്ല, മറിച്ച് സാധ്യത മാത്രമാണ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് റിവേഴ്സലാകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സാധ്യത നമ്മൾ എടുത്ത് ട്രേഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട് 50% വിൻ ഈ മാസം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 12 ട്രേഡ് നമ്മൾ എടുത്തതിൽ 6 ട്രേഡ് പോസിറ്റീവും 6 ട്രേഡ് നെഗറ്റീവുമാണ്. സോ ദാറ്റ് 50% വിൻ റേഷ്യോ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ ഇന്ന് എടുത്ത ട്രേഡ് വിജയിക്കാനുള്ള സാധ്യത പകുതി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മറ്റേ പാർട്ട് ഹിറ്റ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിജയിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിൾ മാത്തമാറ്റിക്സിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അതായത് നമ്മൾ വിൻ ചെയ്യുമ്പോൾ നമ്മൾ 1% പ്രോഫിറ്റ് എടുക്കുന്നു. ഞാൻ നമ്മളുടെ രീതി പറഞ്ഞാണ്, 1:2 എന്ന് നിങ്ങൾ ചേർത്ത് വായിക്കുക. അപ്പോൾ 1% നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നു, 0.5% മാത്രം നമ്മൾ ലോസ് കൊടുക്കുന്നു. അതായത് നമ്മളുടെ റിസ്ക് റിവാർഡ് 1:2 ആണ്. ഈ 2 റിസ്ക് റിവാർഡ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ 50% വിൻ റേഷ്യോ കിട്ടണമെന്ന് നിർബന്ധമില്ല. 40% വിൻ റേഷ്യോ കിട്ടിയാൽ പോലും നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ വരാൻ പറ്റും. അതും കൂടെ നമ്മൾക്ക് നമ്മുടെ ജേണലിൽ നിന്ന് നോക്കണം. ഈ 20 ദിവസത്തിൽ ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സിൽ 8 ദിവസമേ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ. 8 ദിവസം എന്ന് പറയുമ്പോൾ അത് 40% ആണ്. അപ്പോൾ ഈ 40% വിൻ റേഷ്യോ കിട്ടിയപ്പോൾ പോലും 1:2 റിസ്ക് റിവാർഡ് എടുത്ത ഒരാൾ നെറ്റ് പ്രോഫിറ്റിലാണുള്ളത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കണം, 400 രൂപ എന്ന് പറയുന്നത് നമുക്ക് 6% ലോസ് ആയിരുന്നു. അപ്പോൾ 800 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12% നമുക്കവിടെ പ്രോഫിറ്റ് കിട്ടുന്നുകൊണ്ട് എത്ര റിസ്ക് റിവാർഡ് 2 മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് 40% മാത്രം വിൻ റേഷ്യോ വന്നപ്പോൾ. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ ഇത് കഴിവ് കൊണ്ടല്ല നമ്മൾ ട്രേഡിങ്ങിൽ വിജയിക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതായത് വിൻ റേഷ്യോ കൂടണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ റിസ്ക് റിവാർഡ് 1:2 മെയിൻറ്റെയിൻ ചെയ്താൽ 40% ചെറിയ വിൻ റേഷ്യോയിൽ പോലും നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്തമാറ്റിക്സ് മാത്രമാണ് ഇതിനകത്തുള്ളത്, ഒരാളുടെയും കഴിവല്ല. ഇനി ഇവിടുന്ന് മാർക്കറ്റ് തിരിയുമെന്നോ തിരിയില്ലെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആ സാധ്യത 50% സാധ്യത ഉണ്ട് ഇവിടുന്ന് തിരിയാൻ, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എടുത്തു, അത്രേ ഉള്ളൂ. ഇനി ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഇന്നലെ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. ഇന്നലെ ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. അവിടുന്ന് നമ്മൾ സെല്ല് ചെയ്തു, അവിടുന്ന് നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടി. അതിന് മുന്നത്തെ ദിവസവും നമ്മൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റിൽ നിന്നാണ് സെല്ല് ചെയ്ത്, അവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞു, നമുക്കത് കിട്ടി. ഇനി ഈ ഒരു ദിവസം, അതായത് 15-ാം തീയതിത്തെ വീഡിയോ കണ്ട ആൾക്കാർക്കും അറിയാം, ഇവിടെ മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്ന ട്രെൻഡ് അപ് ട്രെൻഡാണ്. പക്ഷേ നമ്മൾ 15-ാമത്തെ ദിവസം 15 മെയ്യിൽ ചെയ്തേക്കുന്നത് ഷോർട്ട് സെല്ലിംഗ് ആണ്. നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെവിടെയാണെന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടുന്ന് നമ്മൾ സെല്ലാണ് ചെയ്തത്. നമ്മളത് സെല്ല് ചെയ്യാനായിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്കായി നമ്മളന്ന് എടുത്തിരുന്നത്. ഇനി ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടുന്ന് ഒരു വലിയ ഫോള് വന്നു, ഇവിടെ റീടെസ്റ്റ് വന്നു, വീണ്ടും അതേ ഫോള്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങ് ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു. കൃത്യമായി അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്തേക്കുന്നത്. അത് 1%-ൻ്റെ മൂവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1:2 റിസ്ക് റിവാർഡ് കിട്ടും. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇത് താഴത്ത് വരെ 1.3യുടെ മൂവ് അത് കൊടുത്തു. 1.3%-ൻ്റെ മൂവ്, അതായത് നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടി. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ഡയറക്ഷൻ ജഡ്ജ്മെൻറ്റ് ഈ ദിവസം ഫെയിലിയറാണ്. നമ്മൾ കണ്ടെത്തിയ ഡയറക്ഷൻ അല്ല മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്, നമുക്ക് തെറ്റാണ് സംഭവിച്ചേക്കുന്നത്. അത് നമ്മൾ ഇവിടെ 15-ാം തീയതി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡയറക്ഷൻ 1 ആണെങ്കിൽ ശരി,
0 ആണെങ്കിൽ തെറ്റ്. ഇവിടെ നമുക്ക് ഡയറക്ഷൻ തെറ്റാണ്, അത് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് പക്ഷേ എന്താണ്? നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയത്. അതായത് നമ്മൾ തെറ്റായിരിക്കുമ്പോൾ പോലും നമുക്ക് പ്രോഫിറ്റ് തരാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്സ് നമ്മൾ കണ്ടെത്തുക എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ലൈവായിട്ട് നിങ്ങളെ കാണിച്ച് മനസ്സിലാക്കി തരുവാണ്. നമുക്ക് തെറ്റ് സംഭവിച്ച ദിവസം പോലും, ജഡ്ജ്മെൻറ്റ് പാളിയ ദിവസം പോലും 1:2 റിസ്ക് റിവാർഡ് നമ്മൾ എടുത്തു. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സിൽ 40% വിൻ റേഷ്യോ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ പ്രോഫിറ്റിൽ വന്നു. ഇതാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടത്, അല്ലാതെ എടുക്കുന്ന ട്രേഡുകളെല്ലാം വിജയിക്കുക എന്നതല്ല. പിന്നെ ഒത്തിരി ആൾക്കാർ മറ്റ് പലരുടെ വീഡിയോസിൽ ശരിയായതോ ശരിയല്ലെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും ഞാൻ കണ്ട് പഠിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം അവരുടെ ട്രേഡുകൾ അവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കാണിച്ച് തന്നിട്ടുള്ള വീഡിയോസ് കണ്ടാണ് ഞാൻ പഠിച്ചേക്കുന്നത്. ഞാൻ ഒരു ദിവസം 1 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി, ഇല്ല 50,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി, 8,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി, ഈ എമൗണ്ട് കണ്ടിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ട്രേഡ് ചെയ്യാൻ പോകരുത്. അതിനകത്തെ മാത്തമാറ്റിക്സ് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഒരാൾ 1 കോടി പ്രോഫിറ്റ് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ 8,000 ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ 10 രൂപ ലാഭം ഉണ്ടായിക്കോട്ടെ, നമുക്കറിയേണ്ട എത്ര രൂപ എന്നുള്ളതല്ല. ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ റുപ്പീസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ തോറ്റുപോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഷെയർ മാർക്കറ്റ് നമ്മൾ കണക്കൂട്ടേണ്ടത് അങ്ങനെയല്ല. ഷെയർ മാർക്കറ്റിലെ കാൽക്കുലേഷൻസ് എല്ലാം പെർസെൻറ്റേജ് വൈസ് കണക്കൂട്ടാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ വേഗം വിജയിക്കാൻ പറ്റും. 1 കോടി രൂപ ലാഭം ഉണ്ടാക്കിയ ആൾ എത്ര രൂപയാണ് അയാളുടെ ക്യാപിറ്റൽ എന്ന് നമുക്കറിയത്തില്ല, എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് അയാൾ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയത്തില്ല. ഈ കണക്ക് മനസ്സിലാക്കാത്തടത്തോളം കാലം ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ 8,000 രൂപ ഒരാൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും അയാൾ സപ്പോസ് 10 ലക്ഷം രൂപ ഇട്ടിട്ട് ഒരാൾ 8,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. എത്ര ശതമാനം? മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്താൽ അയാൾക്ക് 8,000 രൂപ പ്രോഫിറ്റ് കിട്ടും. എന്നിരുന്നാൽ പോലും ചാർജസ് കണക്ക് കൂട്ടുമ്പോൾ ചിലപ്പോൾ ഈ 8,000 രൂപയേക്കാൾ കൂടുതൽ ചാർജ് അയാൾക്ക് കൊടുക്കേണ്ടിയും വരുന്നുണ്ടാവും. അപ്പോൾ എമൗണ്ട് വലുത് കാണിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ നമുക്കൊരു പക്ഷേ പറ്റിക്കാൻ പറ്റും. നേരെ മറിച്ച് ആ ആൾ ആ ട്രേഡിൽ പോസിറ്റീവാണ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതാണ്, ഇപ്പോൾ 1 കോടി രൂപ ഇറക്കി, നമുക്കറിയാം ആ 0.08 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ ആകും. അപ്പോൾ 1 ലക്ഷം രൂപ ട്രേഡിൽ ഇറക്കിയ ആൾക്ക് 1% എന്ന് പറയുമ്പോൾ 1,000 രൂപ കിട്ടി. അപ്പോൾ 8% കിട്ടിയാലാണ് 8,000 രൂപയാകുന്നത്. അപ്പോൾ 10 ലക്ഷമാണ് ട്രേഡിൽ ഇറക്കിയിട്ടുള്ളതെങ്കിൽ 1% എന്ന് പറയുമ്പോൾ 10,000 രൂപ കിട്ടും. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് ഇയാൾക്ക് 8,000 രൂപ പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ 0.8% ആയിരിക്കും ഇയാൾക്ക് കിട്ടിയേക്കുന്നത് പ്രോഫിറ്റ്. നമ്മൾ 8,000 രൂപ കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്സ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. അതല്ലാതെ നമ്മൾ പോയിട്ട് ട്രേഡിംഗ് വീഡിയോസ് കണ്ട് എക്സൈറ്റഡ് ആയിട്ട് പോയി ട്രേഡ് ചെയ്താൽ കയ്യിലുള്ള പൈസ നമുക്ക് നഷ്ടപ്പെടുത്താം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വിജയിപ്പിക്കാൻ പോകുന്നത് ഇമോഷണൽ കൺട്രോളും അറിയാവുന്ന മാത്തമാറ്റിക്സുമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് സ്വായത്തമാക്കാനായിട്ട് ഈ പറയുന്ന പോലെ 1 മാസം 2 മാസം ഒന്നും മാർക്കറ്റിൽ വന്നിട്ട് ഒരാൾക്കും ഇമോഷണൽ കൺട്രോൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതിന് സമയം വേണ്ടി വന്നു, 2-3 വർഷം ഞാനെടുത്തു. ഇനി ധാരാളം ജെനുവിൻ ആയിട്ടുള്ള മനുഷ്യനെ പറ്റിക്കാതെ ട്രേഡ് ചെയ്യുന്ന ഒത്തിരി ജെനുവിൻ ട്രേഡേഴ്സിൻ്റെ വീഡിയോസ് കണ്ടു. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു നല്ല രീതിയിൽ വിജയിച്ച റിച്ച് ലൈഫ് ജീവിക്കുന്ന ഒരു പയ്യൻ, പക്ഷേ ആ പയ്യൻ 4 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1 രൂപ പോലും പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല. അതുവരെ ഇറക്കിയ പൈസ മുഴുവൻ കയ്യിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 10 വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോൾ അയാൾ റിച്ചായിട്ടാണ് ജീവിക്കുന്നത്. അതായത് ഈ 4 വർഷം കൊണ്ട് അയാൾ വലിയ തോൽവി ആയിരുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 4 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നത് കൃത്യമായി ആ മനുഷ്യൻ പഠിച്ചു. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിതിനകത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമയോടുകൂടെ കാത്തിരിക്കുക. പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നാമത് നിങ്ങളുടെ ഇമോഷണൽ കൺട്രോൾ കൊണ്ടുവരാൻ, അത് മറ്റാരെക്കൊണ്ടും പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിച്ച് നിങ്ങളെ വിജയിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് നിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ കൺട്രോൾ മുഴുവനും. അപ്പോൾ ആ ഒരു ഇമോഷണൽ കൺട്രോളൊക്കെ സ്വായത്തമാക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. നമ്മൾ സമയം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ആ മാനസികാവസ്ഥയിലേക്ക് ആദ്യ ചുവട് പോലും നമ്മൾ വെക്കുന്നുള്ളൂ എന്നതാണ് സത്യം. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാർക്കറ്റിനെ നോക്കിക്കാണുക. ഒരു ട്രേഡ് മാത്രം ഒരു ദിവസം എടുത്തിട്ട് ട്രേഡ് നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. അതർവൈസ് ഒരു ദിവസം മുഴുവൻ നോക്കിയിരുന്നിട്ട് ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യില്ല എന്ന് വിചാരിച്ച് നോക്കിയിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് പോലും വലിയൊരു കഴിവാണ്. അത് ഇമോഷണൽ കൺട്രോളിൻ്റെ ഭാഗമാണ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കുക. ഇൻഡിക്കേറ്ററുകളുടെ പുറകെ പോയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഈ കാൽക്കുലേഷൻസ് നടക്കണം. വിജയം വരുന്നത് നിങ്ങളുടെ ക്ഷമയിൽ നിന്നും നിങ്ങളുടെ ഡിസിപ്ലിനിൽ നിന്നുമാണ്. അതിന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ട്, അത് കൃത്യമായി പഠിക്കുക. ഓക്കെ, നമുക്കിനി വിപ്രോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു 5 സ്റ്റോക്കുകൾ നമ്മുടെ പ്രൈസ് ആക്ഷൻ എങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിപ്രോയിൽ ഇന്ന് സംഭവിച്ചേക്കുന്നത് നമുക്കിവിടെ കാണാം. വിപ്രോ ആദ്യം മുകളിലേക്കൊരു മൂവ് നടത്തി, അതിനുശേഷം അത് സസ്റ്റെയിൻ ചെയ്യാതെ തിരികെ പോരുകയാണ്, താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോരുന്നു. ഇന്നിവിടെ റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് എൻട്രി പോയിൻ്റ് ഉള്ളത് ഇവിടെയാണ്. നമ്മൾ താഴത്തേക്കുള്ള ഷോർട്ട് എൻട്രി എടുക്കേണ്ട സ്ഥലം. അവിടെ വരെ മാർക്കറ്റ് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, മാർക്കറ്റ് 2 പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകൾക്കിടയിൽ വെച്ച് തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കൃത്യം മധ്യഭാഗത്ത് റെസിസ്റ്റൻസ് എടുത്ത് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ അത് നിങ്ങൾക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്തെങ്കിലും സിസ്റ്റമൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇനി താഴത്തേക്ക് ഇത് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ കാണാവുന്ന പോലെ ഇവിടെ റീടെസ്റ്റ് തന്നു, വീണ്ടും താഴത്തേക്ക് ഫർദർ മാർക്കറ്റ് മൂവ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇന്ന് 1:2 റിസ്ക് റിവാർഡ് വിപ്രോയിൽ കിട്ടുന്നുണ്ട്. ഇനി സ്റ്റോപ്പ് ലോസ് ഇവിടെ വന്ന് റീടെസ്റ്റ് തരുമ്പോൾ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്റ്റോപ്പ് ലോസ് വരുന്നതുമില്ല. ഓക്കെ, ഇനി പവർ ഗ്രിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡിൽ നമുക്ക് ഫസ്റ്റ് എൻട്രി ഇവിടെ വരേണ്ടതാണ്. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, താഴത്തേക്ക് നല്ലൊരു മൂവ് നടത്തുന്നു. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുന്ന ആൾക്ക് ലോസ് സംഭവിക്കും, സംശയമൊന്നുമില്ല. നേരെ മറിച്ച് ഇവിടുന്ന് മുകളിലേക്ക് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഇവിടെയാണ്. അപ്പോൾ 0.5% വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അയാൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല. പിന്നെ മാർക്കറ്റ് ഹൈ പോയേക്കുന്നത് ഇവിടെ വരെയാണ്. അപ്പോൾ 1.83%, അതായത് 1:3 റിസ്ക് റിവാർഡ് ആ ട്രേഡിൽ അയാൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇനി താഴത്തേക്ക് ഇയാൾ ഒരു എൻട്രി എടുത്തിരുന്നു എങ്കിൽ നമുക്കിവിടെ കാണാവുന്ന പോലെ തന്നെ ഇവിടെ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ താഴത്തുനിന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുത്താൽ അയാൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് 3 പോസിബിൾ എൻട്രീസ് നമ്മൾ ചെക്ക് ചെയ്തു, അതിനകത്ത് ഒരെണ്ണം പ്രോഫിറ്റ് കിട്ടേണ്ടതാണ്. ഓക്കെ, ഇനി BPCL നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BPCL ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിലേക്ക് നല്ലൊരു മൂവാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു മേഖലയെ അതിന്ന് റെസിസ്റ്റൻസായി എടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാവുന്നതാണ്. അവിടെ പോയി ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുവാണ്. നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് വരെ അത് പോയിട്ടില്ല. സോ ദാറ്റ് നമുക്കിവിടെ എൻട്രി ഇന്ന് എടുക്കാൻ പറ്റുന്നത്, ഇവിടെ എൻട്രി എടുക്കുന്നില്ലാത്ത ഒരാൾക്ക് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. മറിച്ച് പിന്നത്തെ എൻട്രി ഉള്ളത് താഴത്തെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ റീടെസ്റ്റ് വരുമ്പോഴാണ് ഉള്ളത്. എനിവേ, ഇതിനകത്ത് ഇന്ന് നമ്മൾ ഏത് സൈഡിലേക്ക് ആദ്യത്തെ സമയത്ത് എൻട്രി എടുക്കുന്ന ആൾക്കും 2 സൈഡിലേക്കും 0.5% മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ഏത് സൈഡിലേക്ക് എൻട്രി എടുത്താലും ഇതിൽ ലോസേ സംഭവിക്കാനുള്ളൂ. മാർക്കറ്റ് ഒരു കൃത്യമായ വോളാറ്റൈലിറ്റി ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു മനുഷ്യനാണ്, നമ്മൾ മാർക്ക് ചെയ്യുന്നതിനകത്ത് മനുഷ്യത്വ സഹജമായ തെറ്റ് കുറ്റങ്ങളെല്ലാം വരുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തെറ്റ് സംഭവിക്കാം. ആ തെറ്റിവിടെ സംഭവിച്ചു എന്ന് കരുതിയാൽ മതി, അതിനകത്ത് ഒരു കുഴപ്പമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ലോസ് ഉണ്ടാക്കുമ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോഴും അമിതാവേശം കാണിക്കാതിരിക്കുക. ഒരു ട്രേഡിൽ നിർത്തിയാൽ കയ്യിൽ നിന്ന് അത്രയും പൈസ പോകത്തുള്ളൂ. ഇവിടെ നഷ്ടം എത്ര വരുത്തണം എന്നത് മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ, പ്രോഫിറ്റ് എത്ര കിട്ടണം എന്നത് നമ്മുടെ കൺട്രോളിലില്ല. അത് നമ്മൾ ഈ ജേണലിൽ നിങ്ങൾ ഇതിനു മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 8-ാം തീയതി മെയ്, അന്നത്തെ ദിവസം നമ്മൾ എൻട്രി എടുത്തെടുത്തുനിന്ന് നമ്മൾ 1:2 റിസ്ക് റിവാർഡിൽ എക്സിറ്റ് ചെയ്തു. മാർക്കറ്റ് പക്ഷേ 1:7 പോയിട്ടുണ്ട്. അപ്പോൾ വലിയ മൂവ് മാർക്കറ്റ് ഒന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്നും കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡിസിപ്ലിനായിട്ട് ഇതിനകത്തുനിന്ന് കിട്ടാവുന്ന ന്യായമായ കാര്യം എടുത്തുകൊണ്ടിരുന്നാൽ പോലും പ്രോഫിറ്റബിൾ ആകാമെന്ന് നമ്മുടെ ലൈവ് ചാനലിൽ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇനി NTPCയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു, ഇവിടെ റീടെസ്റ്റ് വന്നു. ഇങ്ങോട്ടൊന്ന് താഴത്തേക്ക് എൻട്രി എടുത്താൽ ഇവിടെ ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ സെക്കൻഡ് എൻട്രി എടുക്കാൻ പറ്റുന്നത് മുകളിൽ ഹിറ്റ് ചെയ്യുമ്പോഴാണ്. അവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുത്താൽ നമുക്കിവിടെ കാണാം 0.5% സ്റ്റോപ്പ് ലോസിലേക്ക് അത് പോയിട്ടില്ല. അതിനുശേഷം താഴത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 1:5 അവിടെ വരെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 1.5%, അതായത് 1:3 റിസ്ക് റിവാർഡ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2% വരെ പോയിട്ടുണ്ട്. 1:4 റിസ്ക് റിവാർഡ് അവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടതിനകത്ത് നമ്മളിന്ന് എൻട്രി എടുത്തതും NTPCയും ഏകദേശം ഒരുപോലെ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എവിടെ നിന്ന് ഇത് റിവേഴ്സലായിട്ടുണ്ട്, അവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നോ, അപ്പോൾ നമുക്ക്
പ്രോഫിറ്റ് കിട്ടുമോ ലോസ് കിട്ടുമോ, അത്രേ ഉള്ളൂ. ഇതൊന്ന് കൃത്യമായി കുറച്ച് ദിവസങ്ങളിൽ നോക്കി പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് റിവേഴ്സൽ ട്രേഡ് എടുക്കാം. അപ്പോൾ റിവേഴ്സൽ ട്രേഡ് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ പ്രൈസ് ഉള്ളപ്പോൾ, അതായത് ഈ പ്രൈസ് ആക്ഷൻ ലൈനിന് താഴെ എവിടെയൊക്കെയോ പ്രൈസ് ആയിരിക്കുമ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഈ പ്രൈസ് പോയിന്റിൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും അങ്ങോട്ട് വരാൻ വേണ്ടി. എപ്പോഴാണോ അവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എൻട്രി കിട്ടും. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് പ്രൈസ് പോയിൻ്റ് എടുത്ത് ഇതിന് മുന്നേ ഒരു ഹിസ്റ്റോറിക്കലി തിരിഞ്ഞു പോയിട്ടുള്ള സ്ഥലം അടയാളപ്പെടുത്തിയിട്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇതാണ്, ഇതിന് മുന്നേ പലപ്പോഴും മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ തിരിഞ്ഞു പോയിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്, അങ്ങനെ ആ ഒരു പോയിന്റ് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഹിസ്റ്ററി വിൽ ആൾവേസ് റിപ്പീറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, ചരിത്രം ആവർത്തിക്കപ്പെടും എന്നത് പറയുന്ന പോലെ, ഇവിടെ വരുമ്പോൾ വീണ്ടും ആ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, അത് 50% അല്ല, അത് 50% കൂടുതൽ സാധ്യതയാണ്. അതായത് ട്രെൻഡിങ് മാർക്കറ്റിൽ വിജയിക്കാനുള്ള സാധ്യത 54% ആണെങ്കിൽ റിവേഴ്സൽ ട്രേഡിൽ വിജയിക്കാനുള്ള സാധ്യത 70-72%. സോ ട്രേഡിംഗ് എഡ്ജ് റിവേഴ്സൽ ട്രേഡിന് കൂടുതലുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലുള്ള ട്രേഡുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രെൻഡ് ട്രേഡ് ചെയ്യണോ കുഴപ്പമില്ല, റിവേഴ്സൽ ട്രേഡ് ചെയ്യണോ കുഴപ്പമില്ല. കാരണം ഇത് രണ്ടിനും മോർ ദാൻ 50% വിൻ പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുത്തു പോയാൽ പോലും നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഏതായിരുന്നാലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.